തഴുകുന്നുവോ മേഘാംബരം അഴിയുന്നുവോ നീലാംബരം പൂക്കുന്നുവോ താരങ്ങൾ തൂവും ഹേമന്തരാവിൽ നാണിച്ചു പോയോ നീന്തു കന്യേ. മൗനങ്ങളിൽ വാചാലമാ നിന്നോർമ്മ ഗീതമാ. KK റോഡിലെ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഡോക്ടർ MK മുനീറാണ് പാടിയിരിക്കുന്നത്. അത് എത്രത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ സിനിമയിലേക്ക് പാടാൻ വരികയാണ്. ഒരു പക്ഷേ വേണ്ടത്ര സാധകമോ പ്രാക്ടീസോ ഒന്നും ഉണ്ടാവാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്. എങ്ങനെ അത് മാനേജ് ചെയ്യാൻ സാധിച്ചു? ശരിക്കും ഇപ്പം നമ്മളുടെ ഇപ്പം സിനിമാ മേഖലയിൽ ഇപ്പം പ്രവർത്തിക്കുന്നവരെല്ലാവരും സിനിമ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചവരാണ്. അതിലിപ്പം അഭിനയിക്കുന്നവരാണെങ്കിലും പാടുന്നവരാണെങ്കിലും എഴുതുന്നവരാണെങ്കിലും എല്ലാം. പക്ഷേ ഇത് ഒരു കലയ്ക്ക് അങ്ങനെ അത് പ്രൊഫഷനാക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഒരു പാഷനുള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അത് ഏത് സമയത്ത് നമുക്ക് പുറത്തെടുക്കാനും അതിന് ഒരു പ്രത്യേക ഇതിനൊരു എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശ്രീ മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് രാഷ്ട്രീയ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രവർത്തന മേഖലയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഗായകൻ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരേണ്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും അത് വൈകിപ്പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു അദ്ദേഹത്തിൻ്റെ യങ്ങർ സ്റ്റേജിലുള്ള ഒരു സ്വരം കൂടെ നമ്മുടെ മലയാളികൾ കേൾക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇനിയും വൈകിട്ടില്ല. ഇനിയും ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തണം. അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവിടുത്തെ കാണികളും മറ്റുമാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അദ്ദേഹം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് വ്യക്തികളുണ്ട് മറ്റ് പ്രൊഫഷനിലേക്ക് തിരിഞ്ഞു പോയിട്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ സ്കൂൾ കലാമേളകളിൽ കൂടെ വരുന്ന പലരും പിന്നീട് പ്രൊഫഷനായിട്ട് അത് സ്വീകരിക്കുന്നില്ല. അവർ ഫീൽഡ് മാറിപ്പോവുകയാണ്. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ കല ഇപ്പോഴും ഉണ്ടാകും. പക്ഷെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. അതായത് നിങ്ങളെപ്പോലുള്ള ചാനലുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ല, സിനിമയ്ക്കൊക്കെ വളരെ പരിമിതികളുണ്ട്. വളരെ കുറച്ച് പേരെ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇത്തവണത്തെ ഈ KK റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതമായി എങ്ങനെ ഇത്രയധികം രാഷ്ട്രീയക്കാർ ഒരുമിച്ച് വരുന്നു. അത് സാധാരണ പരസ്പരം നമ്മൾ അറിയുന്നത് ഇവർ പരസ്പരം ശത്രുക്കളാണെന്നാണ് വിചാരിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും BJP ആണെങ്കിലും രണ്ട് തട്ടി നിൽക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാന റോളിൽ അഭിനയിക്കുന്ന CK പത്മനാഭൻ BJPയുടെ വ്യക്താവാണ്. ഗാനം പാടുന്ന മുന്നേർ മുസ്ലിം ലീഗിൻ്റെ വ്യക്താവാണ്. അതുപോലെ മിസ്റ്റർ പ്രതാപനുണ്ട്, PC ജോർജ് ഉണ്ട്, ഒരുപാട് രാഷ്ട്രീയക്കാർ. ശ്രീ സൈമനെ ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നത്. എങ്ങനെ ഇവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു. മാത്രമല്ല ഇതിൻ്റെ ചിത്രീകരണം തുടങ്ങിയേക്കുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം അതൊരു പ്രത്യേകതയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ വിളക്ക് കൊളുത്തി തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ശ്രീ സൈമൻ്റെ ആദ്യത്തെ സംരംഭം വിജയിക്കണമെങ്കിൽ മാത്രമേ പുതുമുഖങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയുള്ളൂ. തീർച്ചയായും കേരളം മുഴുവൻ അത്തരമൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പക്ഷേ ഇപ്പോൾ കാത്തിരിക്കുക കൂടിയാവും. അവർ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ കൂടെ മാത്രം കണ്ടിട്ടുള്ള നേതാക്കളെല്ലാം അഭിനയിക്കുകയും പാടുകയും വരെ ചെയ്യുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് വരാം. താങ്കൾ ധാരാളം ആൽബങ്ങളിൽ ഗാനരചന നിർവഹിച്ചിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു സിനിമയിലെ ഗാനരചന ആദ്യം അത് കൂടുതലും സംഗീത സംവിധായകന്റെ ഇതിനെയാണ് ആശ്രയിച്ചിരിക്കുക. ഒരു ട്യൂൺ ചെയ്യുന്നു, അതിനനുസരിച്ചൊരു ഗാനം എഴുതുന്നു. ആൽബങ്ങളിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാറില്ലേ? നമുക്കുള്ളിലുള്ള എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അത് പൂർണ്ണമായ തോതിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ആൽബങ്ങളിലൂടെ അല്ലേ സാധിക്കും? തീർച്ചയായിട്ടും. കാര്യം ഈ ഗാനരചയിതാക്കൾക്ക് നമ്മൾ ചുറ്റളവ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രശ്നങ്ങളാണ്. അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെക്കേഷൻ എന്ന സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ഗാനം എഴുതാൻ വരികയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടൈറ്റിൽ സോങ് എന്ന് പറഞ്ഞു തരുന്ന തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതിനകത്ത് മലയാളികളുണ്ട്, ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്, ഹിന്ദി പറയുന്നവരുണ്ട്. ഇതിലെല്ലാ ഭാഷയും വരണം.
പിന്നെ ഇത് യാത്രയാണ്, ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങുന്നു, കേരളത്തിൽ വന്ന് അവസാനിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള തീംസാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് ഗാനം എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. പിന്നെ ഇതിൻ്റെ കൂടെയാണ് സംഗീത സംവിധാനം ഒരു മ്യൂസിക് കൂടി ഇട്ട് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഗാനമൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിയർത്തുപോയി. ഒരു വലിയ ഭാരം എടുത്തു വെച്ചതല്ല. തീർച്ചയായിട്ടും അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതില്ല. പക്ഷേ അതേസമയം നല്ലൊരു മെലഡി കിട്ടുകയാണ്. ഇപ്പം അതിൽ തന്നെ സാന്ദ്രസന്ധ്യ എന്ന് പറയുന്നത് നല്ലൊരു മെലഡിയാണ്. അപ്പോൾ ആ മെലഡി നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഗാനരചയിതാവും എഴുതുമ്പം ഉള്ളിലൊരു സംഗീതം ഉണ്ടാവും. ആ സംഗീതത്തിൻ്റെ ആ പാറ്റേണിലാണ് എഴുതുന്നത്. പക്ഷേ അപ്പോൾ സംഗീത സംവിധായകൻ തരുന്ന ആ ഒരു സംഗീതം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെട്ടാൽ വളരെ ഈസിയാണ്. പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. പിന്നെ സമയത്തിൻ്റെ പരിമിതി, അതൊരിക്കലും ഗാനരചയിതാവിന് ആ ഒരു മൂഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു വർഷം ഇരുന്നാലും ഒരു ഗാനം എഴുതി തീർക്കാൻ സാധിക്കത്തില്ല. അതേസമയം ഇപ്പോഴുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ ബുക്ക് ചെയ്യുന്നു, അവിടെ വെച്ചിട്ട് സംഗീതം തരുന്നു, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഒരു ഗാനം എഴുതി കൊടുക്കണം. ആ സമയത്ത് വരണമെന്നും പറഞ്ഞത് ചിലപ്പോൾ വന്നില്ല. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഗാനരചയിതാവിന് തീർച്ചയായും മനസ്സിലൊരു സംഗീതം ഉണ്ടാകും. താങ്കൾക്ക് എപ്പോഴെങ്കിലും സംഗീത സംവിധായകനാകാനുള്ള അത്രത്തോളം സമയം അതിലേക്ക് ചെലവിടാൻ കഴിയും എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, ഒരു ഗായകനാവാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. കാര്യം സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവരുടെ കൂടെ കൂടുമ്പോൾ ഇവരെപ്പോഴും പറയാറുണ്ട്, ഇവരേതെങ്കിലും രാഗങ്ങളെ കുറിച്ച് ഞാനൊന്നും എനിക്ക് തീരെ അറിയത്തില്ല. പക്ഷേ ഇവരേതെങ്കിലും രാഗം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഗത്തിലേക്ക് ഇവർ തന്നെ ശ്രുതിയൊക്കെ എപ്പോഴും അത്ഭുതത്തോടെ പറയാറുണ്ട്. മാത്രമല്ല, ഒരിക്കൽ ഞങ്ങൾ ആദ്യത്തെ ആൽബത്തിൽ തന്നെ ഇതുപോലെ രാഗങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് രാഗങ്ങൾ അറിയത്തില്ല, പക്ഷെ രാഗത്തെക്കുറിച്ചൊരു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഗാനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം പറഞ്ഞു, നോ പ്രോബ്ലം. അത് ഞാൻ പറഞ്ഞു കുറച്ച് രാഗങ്ങളുടെ പേരും അതിൻ്റെ മൂഡും എല്ലാം പറഞ്ഞുതരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5 രാഗങ്ങൾ ഇവർ അതിൻ്റെ എല്ലാം പറഞ്ഞു. അത് വെച്ചിട്ട് കണ്ണാ നീ കേൾക്കാത്തത് എന്തേ, നിൻ്റെ പല്ലവി പാഴ്ശ്രുതിയാണോ, കണ്ണുമ ചിമ്മാത്തത് എന്തേ, എൻ്റെ ആഭേരി നിനക്കുള്ളതല്ലേ എന്ന് പറഞ്ഞാൽ ആഭേരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ മറ്റ് 4 രാഗങ്ങൾ, ഈ 5 രാഗങ്ങളുടെയും പേര് അതിന്റെ മറ്റ് ശാസ്ത്രീയ വശങ്ങളൊന്നും ആലോചിക്കാതെ അവരതിൻ്റെ മൂഡ് പറഞ്ഞായിരുന്നു. ഇപ്പം നീലാംബരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരാട്ടിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത്. അപ്പം താരാട്ടു പാട്ടിലൻ കണ്ണൻ മയങ്ങുവാൻ നീലാംബരിപ്പട്ട് വേണോ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈൻ അതിനകത്തുണ്ട്. അപ്പം അതുപോലെ ആ മൂഡ് അനുസരിച്ചിട്ടാണ് അവിടെ വെച്ച് അത് പെട്ടെന്ന് എഴുതി കഴിഞ്ഞൊരു ഗാനമാണ്. പക്ഷെ അത് ആരും കേൾക്കുന്ന ഒരു വ്യക്തിയും വിചാരിക്കില്ല ഈ ഗാനരചയിതാവ് സംഗീതം പഠിക്കാത്ത വ്യക്തിയാണെന്ന്. അപ്പം ആ സംഗീതം ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആവാഹിക്കും. അത് ഇല്ലാത്ത പ്രശ്നമാണ്. പാടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഗായകനല്ല. ബേസിക്കലി അതിന് ഈ അറിയാത്ത പണിക്ക് പോകരുതെന്ന് പറയാം, അതുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാലും ഇനി ഭാവി പരിപാടികൾ എന്താണ്? ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്, എങ്ങനെയാണ് ഇനി ഇത് രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് സീരിയസ് ആയി ഇപ്പോൾ 2 സിനിമകളിൽ ഇല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ വെറും എൻ്റെ പാഷൻ്റെ പുറത്ത് വെറും എൻ്റെ ലെഷർ ടൈം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഇത് പ്രൊഫഷനാക്കാൻ താല്പര്യമില്ല. ഞാൻ ബേസിക്കലി ഒരു നേവൽ ആർക്കിടെക്ട്, കപ്പൽ ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയാണ്, എഞ്ചിനീയറാണ്. അപ്പം അതുമായി ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഷിപ്പ് ഡിസൈൻ ഫേം ഞങ്ങളുടേതാണ്. ഞങ്ങളൊരു 100-ലേറെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാം മലയാളികളാണ്. ഇപ്പം ഞങ്ങൾ എങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആ ഒരു ബന്ധം വിടാതെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും കേരളത്തിൽ ഓരോ പ്രോജക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഉരുക്ക് ചുണ്ടൻ, കേരളത്തിലെ ആദ്യത്തെ ചുണ്ടൻ വെള്ളം സ്റ്റീലിൽ നിർമ്മിച്ചു. അത് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയൊരു വിവാദം ഉണ്ടായി. അത് ഞങ്ങൾ ചെയ്തതാണ്. ഇപ്പോൾ കൂടെ ഒരു ബോട്ട് റേസ് നടത്താൻ ബോട്ട് റേസ് ഞങ്ങളിപ്പം കഴിഞ്ഞ തവണ പ്ലാൻ ചെയ്തിരുന്നത് ഇത് ഉരുക്ക് ചുണ്ടൻ തന്നെ കുറേ എണ്ണം ഉണ്ടാക്കി കേരളത്തിൽ നടത്താമെന്ന്. പക്ഷേ ആ പ്രോജക്റ്റ് ഞങ്ങളിപ്പം ദുബൈയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. കാര്യം ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ദുബായ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ദുബായിൽ വെച്ച് നടത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പം അതിനു മുമ്പ് കേരളത്തിൽ തന്നെ ഹൗസ് ബോട്ടുകൾ, ഇപ്പം ഏറ്റവും പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഹൗസ് ബോട്ടുകൾ നമ്മുടെ കായലുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കംപ്ലീറ്റ് പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഏർപ്പെടുത്തിക്കൊണ്ട് സ്റ്റീലിലാദ്യത്തെ ഹൗസ് ബോട്ട് നിർമ്മിച്ചു. അതോടെയാണ് ഗവൺമെൻറ് പുതിയ റൂൾസ് കൊണ്ടുവന്ന് ഇവിടുത്തെ എല്ലാ ഹൗസ് ബോട്ടുകളിലും പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ കായലൊക്കെ 3-4 വർഷം കൊണ്ട് അത് തീരെ നശിച്ചു പോകുമായിരുന്നു. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ മാരിടൈം ടെലിവിഷൻ ചാനൽ. അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. പക്ഷേ ഇന്നേ വരെ ലോകത്തിൽ ആരും അതിനുവേണ്ടി കാര്യം അത്ര ശ്രമകരമായ ഒരു പ്രോജക്റ്റാണ്. അത് ഒരു ടെക്നിക്കൽ ചാനലാണ്, ഒരിക്കലും സാധാരണ എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല. അപ്പം ടെക്നിക്കലായിട്ട് ലോകത്തിൽ 3-2 വരുന്ന കടലുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും കപ്പൽ ശാസ്ത്രമുണ്ട്, അതിനകത്ത് അണ്ടർ വാട്ടർ ഉണ്ട്, അതിനകത്ത് ജീവികളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും എല്ലാം വരും.
പിന്നെ ഡിഫൻസ്, നേവൽ ഡിഫൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ചാനലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതേവരെ അങ്ങനെ ഒരു ചാനൽ ആരും ശ്രമിക്കാഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും എൻ്റെ സ്റ്റുഡിയോ എല്ലാം കൊച്ചിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദുബൈയിൽ നിന്നാണ് എൻ്റെ മാർക്കറ്റിംഗ് എല്ലാം. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ 7-ാം തീയതി ദുബൈയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ലോഞ്ചിങ്. സപ്പോസ് ടു ബി ദ ബിഗസ്റ്റ് മറൈൻ ഗ്യാതറിംഗ് എന്ന് പറയും. കാര്യം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തരായ മരൈനുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്രയും വലിയ മെഗാ ഈവൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ടെലികാസ്റ്റിംഗ് തുടങ്ങി. പക്ഷേ ഒരു 1-2 വർഷം എടുക്കും ഇതിനെ ഞങ്ങളുടെ ആ സങ്കല്പത്തിലുള്ള റിയൽ ചാനലായിട്ട് മാറ്റാം. പക്ഷേ ഇതോടുകൂടി കൊച്ചി എന്ന് പറയുന്ന സ്ഥലം ഇൻ്റർനാഷണൽ, അതായത് ഇൻ്റർനാഷണൽ മറൈൻ മാപ്പിനകത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ടൂറിസം സാധ്യതകൾ ഇവിടെയുണ്ട്. അത് അങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിലാണ് ഇപ്പോൾ. ഇത്രയും താങ്കൾ പറഞ്ഞതുകൊണ്ട് മറ്റൊരു താല്പര്യത്തിന്റെ പുറത്തു കൂടി ചോദിക്കുകയാണ്. ബേപ്പൂരിലെ ഉരു നിർമ്മാണം എപ്പോഴും ലോകം മുഴുവൻ പ്രശസ്തമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആണ്ടിക്കുട്ടിയുടെ ഉരുക്കളെല്ലാം മാധ്യമങ്ങൾ വരെ വളരെ കൊട്ടി ഘോഷിച്ചതാണ്. ഇപ്പോൾ അതിന് വേണ്ടത്ര ഒരു ഇത് ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴെങ്കിലും ഒരു അവിടെ നിർമ്മിക്കപ്പെടുക, അതിന് ഇപ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടുക. ഇപ്പം ഇന്റർനാഷണൽ ഈ ഉരു എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ളൊരു ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇന്ന് ഇന്റർനാഷണൽ ട്രേഡ് വന്നതോടുകൂടി ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കപ്പൽ ഗതാഗതത്തിന് മാറ്റി നിർത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന പല സാധനങ്ങളും ഇവിടെ എത്തുന്നത് കപ്പൽ വഴിയാണ്. കാര്യം കപ്പലിലൂടെ ഒരു സാധനം ഇവിടെ കൊണ്ടുവരുമ്പം സാധാരണ ബൈ റോഡ് നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ഏതാണ്ട് 1/6 ആവത്തുള്ളൂ ചിലവ്. മാത്രമല്ല പല ഇന്റർ കോണ്ടിനെൻ്റൽ ട്രേഡ് നടത്തണമെന്നുണ്ടെങ്കിൽ കപ്പൽ തന്നെ വേണം. നമ്മൾ പ്ലെയിനിൽ കൂടെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അങ്ങനെ ഉരുക്കൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷേ ഇന്ന് ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്ന വളരെയധികം കപ്പലുകൾ വരികയും ഇതിൻ്റെ ഒരു എക്കണോമി മാത്രമല്ല സേഫ്റ്റി സൈഡും എല്ലാം കൂടെ വരുമ്പം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു മാരിടൈമിൽ. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നതോടുകൂടി ഇൻഷുറൻസ് മേഖലയിലുള്ളവരെല്ലാം ഇത് ശരിക്കും ക്ലാസ് ചെയ്ത വെസൽ നമ്മൾ പറയും. ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് നിയമ വകുപ്പുകൾ ഇതിനകത്തുണ്ട്.